ശ്രീറാം ടുക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫെയിലിയർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫെയിലിയറിന് ഉത്തരവാദി ഞാനാണ് എന്നുള്ളത് ഹി ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് തിങ് അറ്റ് എ ഫാന്റാസ്റ്റിക് ഏജ്. 22 വയസ്സിൽ സി ആവുക എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ അച്ചീവ്മെന്റ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ വളരെ പ്രൗഡും ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ്. ഇപ്പൊ പോലും ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ സി എ പാസ്സായ ദിവസം എനിക്ക് കിട്ടിയ ഗൂസ് ബംസ് ഇപ്പൊ എനിക്ക് വരുന്നത്, നിങ്ങൾക്ക് വരുന്നുണ്ടോ അല്ലെന്ന് എനിക്ക് അറിയില്ല. ഹൗ ഡിഡ് യു ഗെറ്റ് ദ ജോബ് ഇൻ ദിസ് യൂറോപ്യൻ MNC bank? I had my choices. I had my preferences. Obviously, banking was one of that. So, actually, campus placement, one and offers on, but I was not satisfied with that. Then I went for some kind of reference. So, networking. Obviously, networking was one of the most important things as he requires after passing. സോ ജോലി കിട്ടിയത് നെറ്റ്വർക്കിങ്ങിൽ കൂടെയാണ്. ഒരു ഇവോൾവിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ ജസ്റ്റ് കമ്പയർ CA വിത്ത് എ നോർമൽ BCom ഇൻ എനി കോളേജ്, ദ സിലബസ് ഓഫ് എ BCom ഇൻ എ കോളേജ് was developed say years and years back. This is more stagnant. It's more stagnant. CA മാതിരി ഒരു കോഴ്സ് പഠിച്ചു വരുന്ന ഒരാള് സാധാരണഗതിയിൽ ഒരിക്കലും നോളജിലും മോശമാവില്ല, കമ്മ്യൂണിക്കേഷനിലും മോശമാവാൻ സാധ്യതയേ ഇല്ല. മേ ബി അവര് ഒരു ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ ഒന്നും ആവണമെന്നില്ല, പക്ഷെ ദേ വിൽ നോ ദ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹലോ എവരിവൺ, ട്രാൻസ്പെറന്റ് അക്കാഡമിയുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഈ അക്കാഡമിയിൽ പഠിച്ച് CA ആയ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിനെ തന്നെയാണ് ഇന്ന് പോഡ്കാസ്റ്റിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈസ് നൺ അതർ ദാൻ CS ശ്രീറാം, ഹൂ ഡിഡ് ഹിസ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർമീഡിയറ്റ് വിത്ത് അസ് ആൻഡ് പൂർണ്ണമായും പാലക്കാടിൽ തന്നെ പഠിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ഇപ്പോൾ ഒരു യൂറോപ്യൻ മൾട്ടിനാഷണൽ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ CA ജേർണിനെ കുറിച്ചും CAന് ശേഷമുള്ള കരിയറിനെ കുറിച്ചും സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. സോ ലെറ്റ് മീ വെൽക്കം ശ്രീറാം ഓൺ ബിഹാഫ് ഓഫ് ട്രാൻസ്പെറന്റ് അക്കാഡമി. വെൽക്കം ശ്രീറാം. സോ ശ്രീറാം, ആദ്യം ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് CA കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തത്? ഞാൻ വിശ്വസിക്കുന്നത് 2016 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. സോ വൈ യു ചോസ് CA? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് മാത്രമല്ല. ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് 2016 ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ CPTക്ക് ജോയിൻ ചെയ്തത്. ആ ടൈമിൽ പലർക്കും ഇതിനെ പറ്റിയിട്ട് അറിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. മെയിനായിട്ട് CAക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. വി ആർ ഗെറ്റിംഗ് വെരി വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ ക്വാളിഫൈഡ് CA. ഇപ്പോൾ ആസ് ഓഫ് ഇന്നത്തെ ട്രെൻഡ് പ്രകാരം ഈവൻ സോഫ്റ്റ്വെയർ കമ്പനീസ് അടക്കം CAസിനെ ഹയർ ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇൻഫോസിസ് അവരുടെ കൺസൾട്ടിങ് ഡിവിഷനിലേക്ക് CAസിനെ ഹയർ ചെയ്യുന്നുണ്ട് ഫോർ SAP കൺസൾട്ടിങ്. വൺ ഓഫ് ദി എമർജിങ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്, പെർഫ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി ഹയറിങ് CAs ഫോർ ദിസ് ഫീൽഡ്. സോ ജസ്റ്റ് ഒരു ഫിനാൻസ് ഡിഗ്രി എന്നുള്ളതിന് പുറമെ ഇറ്റ്സ് എ സ്കോപ്പ്, ദർ ഇസ് എ വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് ഫോർ ക്വാളിഫൈഡ് CAs. പിന്നെ അത് മാത്രമല്ല, ജസ്റ്റ് നമ്മളിപ്പോൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഇറ്റ് ഗിവ്സ് യുവർ ലൈഫ്. ഈവൻ ദോ ഇപ്പോൾ ആവറേജ് CAക്ക് കിട്ടുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 to 12 lakhs റേഞ്ചിൽ ഫ്രഷർ CAസിന് ഒരു 10 to 12 lakhs റേഞ്ചിൽ വരും. പക്ഷെ ഇത് ഓവർ എ പീരീഡ് ഓഫ് 5-7 years മോർ ദാൻ 3 to 4 times ആയിട്ട് മാറും. നിങ്ങളുടെ ഫ്രഷർ സാലറിയുടെ 4 to 5 times ആയിട്ട് മാറും. ബട്ട് ദ ഓൺലി തിങ് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് CA ക്വാളിഫൈ ആയതിനു ശേഷം യു ഹാവ് ടു ഗെയിൻ ഗുഡ് സ്കിൽസ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇംപ്രൂവ് യുവർ നെറ്റ്വർക്കിംഗ്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു മാത്രം. പക്ഷേ the base remains the same, your qualification. Okay. So what I can understand is ഒരു ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് കൂടാതെ when you were addressing our students, I heard something, okay, which is still there in my mind. നിങ്ങൾ CA പഠിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്നലെ സംസാരിക്കുന്ന കേട്ടു, ഓരോ ഒപ്പിടുമ്പോഴും ലക്ഷങ്ങൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ് തുടങ്ങിയത് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇപ്പൊ നിങ്ങൾ സൈൻ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു ആർ ഇൻ എ ഇൻഡസ്ട്രി, റൈറ്റ്?
So according to you, huge opportunities are there, which I think everyone knows. CA മാത്രമാണ് ഒരേ ഒരു പ്രൊഫഷൻ വേർ ഓപ്പർച്യൂണിറ്റീസ് താഴെ പോയിട്ടേ ഇല്ല. സിൻസ് ഇൻഡിപെൻഡൻസ് താഴെ പോയിട്ടേ ഇല്ല. ഓരോ വർഷം കൂടുന്തോറും ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്ന ഒരു പ്രൊഫഷൻ. ആൻഡ് ആസ് യു സെഡ്, ഡൈവേഴ്സിഫൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്. Of course, I am a practicing chartered accountant. You are in the industry, banking industry, finance industry especially. പക്ഷെ ഇത് നിങ്ങൾ ചേർന്ന ശേഷം, CA ചേർന്ന ശേഷം നിങ്ങൾ 2016 ജോയിൻ ചെയ്തു, 2021 CA പാസ്സായി, CA കംപ്ലീറ്റ് ചെയ്തു. അതൊരു ലോങ് ജേർണിയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? അതൊരു മാരത്തോൺ ആണ്. CA എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 2020 മാച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 3 2020 മാച്ചായിട്ട് കാണാനും പറ്റില്ല. ഇതൊരു മാരത്തോൺ ആണ്. മാരത്തോണിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്, ഈ മാരത്തോണിന്റെ നടുവിൽ പല സമയത്തും നമ്മൾ കുറച്ച് മെന്റലി ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്ന സമയത്ത് എക്സ്റ്റേണൽ മോട്ടിവേഷനെക്കാട്ടിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. നിങ്ങൾ അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടോ? തീർച്ചയായും. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? തീർച്ചയായും. കാരണം ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ 2016 തുടങ്ങി 2021 എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 5 മുതൽ 6 വർഷം വരെ ഈ ഒരു കോഴ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് എത്ര നമ്മളിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് 5 വർഷം കൊണ്ട് ആണ് ക്ലിയർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ആസ് ഓഫ് നൗ ദ റീസെന്റ് ചേഞ്ചസ് വന്നതുകൊണ്ട് 2 years ആയതുകൊണ്ട് 4 years. But 4 years is also a significant period in your youth. Yes. Right. So obviously down points and up points will be there. Why I am saying? Because that 2 years of articleship plus your study period. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 3 years of articleship ഉണ്ടായിരുന്നു. ഈ 3 years of articleshipന്റെ കൂടെ എനിക്ക് ഫൈനലിലെ സ്റ്റഡീസ് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ഈ സ്റ്റഡീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഐ വാസ് ഗെറ്റിംഗ് ലീവ്സ്, പ്രോപ്പർ ലീവ്സ്. ഒരു 4 to 5 months പ്രോപ്പർ ലീവ് ഉണ്ടായിരുന്നു. ആ ലീവ് സമയത്ത് നമ്മൾ പുറം ലോകം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ സത്യം. കാരണം അത്രയും ഇരുന്ന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു പഠിച്ച്, പേഷ്യൻസ് ആയിരുന്നു പഠിച്ചതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ നമ്മൾ കുറച്ച് ആ ഒരു ഫസ്റ്റ് ഒരു 1 or 2 years നമ്മുടെ ആ ഒരു പേഷ്യൻസ് ആയിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ ദിസ് കോഴ്സ് ക്യാൻ ഗിവ് യു ലൈഫ്. സോ ആ ഒരു 2 yearsന്റെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം പിന്നീടുള്ള ഒരു 40 yearsലേക്ക് നമുക്ക് കിട്ടുന്നത് ഉള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾ ആക്ച്വലി CPT ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി, ക്ലിയർ ആയി. ആൻഡ് ഇന്റർമീഡിയറ്റ് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഫാന്റാസ്റ്റിക് മാർക്സോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പ് ചെയ്തു. എന്നിട്ട് ഫൈനൽ എഴുതിയപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായില്ല. ആദ്യത്തെ അറ്റംപ്റ്റില് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു. സെക്കൻഡ് ഗ്രൂപ്പില് അതായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട്? അല്ല, രണ്ടും പാസ്സാവുന്ന വിചാരിച്ചു. അതെങ്ങനെ, ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ദാറ്റ്? ഐ മീൻ ഫേസ് ദ ഡിസപ്പോയിന്റ്മെന്റ്? ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം സംതിങ് ഐ ഡിഡ് റോങ് റിസൾട്ടഡ് ഇൻ ടു എ ഫെയിലിയർ അല്ലേ. സോ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി ഇരിക്കുന്നതിനെക്കാട്ടിലും ഭേദം what I tried to overcome, how to do better in the next attempt. So what I did, I found out what can I do to improve my results. So ഞാൻ ആക്ച്വലി ഒരേ ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് അറ്റ് ദ ടൈം ഇറ്റ് വാസ് SEMPE or കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്. സോ ഒന്നാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ അന്നത്തെ ആ എക്സാമിന്റെ പേപ്പർ ഭയങ്കര ടഫായിരുന്നു. ആൻഡ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഇനഫ്. ഐ വാസ് എന്താ പറയുക, ഞാൻ ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലേ ചെയ്ത് പോയതായിരുന്നു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ടൈം മാനേജ്മെന്റ്. ദെൻ ഇതിനെ ഓവർകം ചെയ്യാൻ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദെൻ ഐ മെയ്ഡ് മൈ കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ. എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റുപറ്റിയെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റാക്കി എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഒരു CA സംബന്ധിച്ചിടത്തോളം അവർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു അറ്റംപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നമ്മൾ ചെയ്യണതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇത് നമ്മൾ റൈറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എഴുതുന്ന വിധം ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മൾ പ്രസന്റേഷൻ ആയിക്കോട്ടെ, എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. സോ ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ടേൺ അപ്പ് ചെയ്യണതാണ് നമ്മുടെ എന്താ പറയുക സക്സസിലേക്കുള്ള ലക്ഷ്യം എന്നുള്ളത്. സോ എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രോപ്പർ പ്രസന്റേഷൻ ഇല്ലായിരുന്നില്ല, കോൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു. സോ ഞാനത് അത് ഓവർകം ചെയ്തു. ഇതില് ശരിക്കും പറഞ്ഞാല് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ പോയിന്റ് ഉണ്ട്. ഞാനും ഒരു 10-16 വർഷം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തതിൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്രീറാമിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ശ്രീറാമിന് CA ഫൈനൽ എഴുതുന്ന സമയത്ത് ഒരു അറ്റംപ്റ്റിൽ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല. ഇതിൽ 2 കാര്യങ്ങളാണ്, 2 മെസ്സേജാണ് ശ്രീറാമിന്റെ എക്സ്പീരിയൻസ് കിട്ടാനുള്ളത്. ഇതേ സിമിലർ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ CA പഠിക്കുന്ന സമയത്ത്.
ആദ്യത്തെ കാര്യം, ശ്രീറാം ടുക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫെയിലിയർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫെയിലിയറിന് ഉത്തരവാദി ഞാനാണ് എന്നുള്ളത് ഹി ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ആള് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു എന്താണ് കുറവുകൾ എന്നുള്ളത് മനസ്സിലാക്കി ആ കുറവുകളിൽ വർക്ക് ചെയ്ത് അത് ഓവർകം ചെയ്ത് അപ്പൊ അതിന്റെ അടുത്ത അറ്റംപ്റ്റ് എഴുതുമ്പോൾ തന്നെ CA പാസ്സാവും ചെയ്തു. ആൻഡ് അറ്റ് എ ഫാന്റാസ്റ്റിക് ഏജ്, 22 വയസ്സിൽ CA ആവുക എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ അച്ചീവ്മെന്റ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ വളരെ പ്രൗഡും ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ്. ഇപ്പൊ പോലും ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ CA പാസ്സായ ദിവസം എനിക്ക് കിട്ടിയ ഗൂസ് ബംസ് ഇപ്പൊ എനിക്ക് വരുന്നത്, നിങ്ങൾക്ക് വരുന്നുണ്ടോ അല്ലേ എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും വണ്ടർഫുൾ മൊമെന്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ജീവിതത്തിലെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ CA ഫൈനൽ റിസൾട്ട് വന്ന് കഴിഞ്ഞു, ഞാൻ CA ആണ് എന്ന് അറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര നിമിഷമാണ്. ഈവൻ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പോലും നമ്മളെ കാണുന്ന രീതി മാറുന്ന ആ ഒരു നിമിഷമാണ്. സോ ശ്രീറാം, ഇതും എനിക്ക് സ്റ്റുഡൻസിനോട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർട്ടിക്കിൾഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഒരു CA മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം വഹിക്കുന്ന ഒരു ഫേസ് ആണ്. നിങ്ങൾ പാലക്കാടിൽ തന്നെയാണ്, ഒരു 3rd ജനറേഷൻ ഓഡിറ്റ് ഫ്രം CK നാരായൺ കമ്പനിയിലാണ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത്. Now my question is two things. One, എപ്പോഴെങ്കിലും പാലക്കാടിൽ തന്നെ മുഴുവൻ പഠിച്ച, അതായത് സ്കൂളിംഗ്, അത് കോളേജ് പോയിട്ടില്ല, സോറി, യു ഡിഡ് ഓൺലി CA. അപ്പോ CA എഡ്യൂക്കേഷൻ, അതേമാതിരി ആർട്ടിക്കിൾഷിപ്പ്, ഇത് മുഴുവൻ നിങ്ങൾ പാലക്കാടാണ് ചെയ്തത്. എപ്പോഴെങ്കിലും മുഴുവൻ പാലക്കാട് ചെയ്തതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തത്, ആർട്ടിക്കിൾഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു നിങ്ങളെ മോൾഡ് ചെയ്യുന്നതിൽ? ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ്, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ വെൻ യു പാസ് ഔട്ട്, നമ്മൾ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തുമായി സി അറ്റ് ദാറ്റ് ടൈം ദേ വാല്യൂ ആർട്ടിക്കിൾഷിപ്പ്. ഇഫ് ദേ ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ ബിഗ് ഫോഴ്സ് ആൻഡ് ഓൾ, ദേ വാല്യൂ ഇറ്റ് പ്രോപ്പർലി, ദേ വിൽ വാല്യൂ ഇറ്റ്. ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഡസൻ മാറ്റർ ആക്ച്വലി. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ, നിങ്ങളുടെ സ്കിൽ എന്താണോ എന്നുള്ളത് നോക്കി മാത്രമേ ഹയർ ചെയ്യുന്നുള്ളൂ. ഈവൻ അറ്റംപ്റ്റ്സ് ഓൾസോ ആഫ്റ്റർ സം ടൈം ഡസൻ മാറ്റർ ആക്ച്വലി. സോ പാലക്കാടിന് ശേഷം, പാലക്കാട് നിന്ന് തന്നെ എല്ലാം ചെയ്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ ചോദിച്ചാൽ ഐ വിൽ സേ നോ, ബിക്കോസ് ഐ എം ഇൻ നോ കംഫർട്ടബിൾ പൊസിഷൻ. സോ ഇതൊക്കെ ഞാൻ പാലക്കാട് തന്നെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ട് തന്നെ കിട്ടിയത്. പാലക്കാട് നിന്ന് ചെയ്ത് ആർട്ടിക്കിൾഷിപ്പ് CK നാരായൺ എന്നുള്ള ഒരു ഫേമിൽ നിന്ന് എനിക്ക് ചെയ്തുകൊണ്ടുള്ള എനിക്ക് ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ്, എൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വെരി 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 ഡെപ്ത് ഇനഫ്. സോ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഫേം മേജർലി വാസ് എന്താ പറയുക, ടാക്സേഷൻ, ഡയറക്ട് ടാക്സേഷൻ, ഇൻഡയറക്ട് ടാക്സേഷൻ, GST വാസ് സ്പെഷ്യലൈസേഷൻ. ഈ 3 പേപ്പറും എനിക്ക് ഫൈനലിന് എക്സംഷൻ ആണ്. That is thanks to your article. That is because of my article. ഞാൻ ഈ ഫൈനൽ എക്സാമിന് ഈ 3 പേപ്പറും ഭയങ്കര കുറവായിട്ടേ നോക്കിയിട്ടുള്ളൂ. ഈവൻ വിത്ത് ഇത്രയും കുറവായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും ഐ ഗോട്ട് അപ്പ് വിത്ത് എക്സെപ്ഷൻ. അതിൽ ഒരു പേപ്പറിൽ എനിക്ക് 80ഉം ഒരെണ്ണത്തിൽ 71 മാർക്കാണ്. സോ അത് എനിക്ക് കിട്ടിയത് ഈ ആർട്ടിക്കിൾഷിപ്പിൽ വന്ന ഇതുകൊണ്ട് മാത്രമാണ്. അതിന്ന് വരുന്ന കോൺഫിഡൻസ്. കാരണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ വരുന്ന നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറൊരു ഇത് തന്നെയാണ്. നമ്മൾ എത്ര ബുക്കിഷായിട്ട് പഠിച്ചിരുന്നാലും അത് കിട്ടില്ല. സോ ആർട്ടിക്കിൾഷിപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ. ഇത് പല ആളുകൾക്കും ഉള്ള ഒരു തോന്നൽ, ഒരു സിറ്റിയിൽ പോയാൽ മാത്രമേ നമ്മൾ നല്ലൊരു പ്രൊഫഷണലായിട്ട് മോൾഡായി വരുള്ളൂ എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കതിനെ പറയാൻ പറ്റും. കാരണം ഞാൻ പഠിക്കുമ്പോൾ ഉൾപ്പെടെ എൻ്റെ ഫ്രണ്ട്സും ഞാനും ഞങ്ങൾ ആർട്ടിക്കിൾഷിപ്പും പഠനവും കൂടുതലും പാലക്കാടിൽ ചെയ്ത ആളുകളാണ്. ആൻഡ് ഇന്ന് വരെ സിറ്റിയിൽ പഠിച്ചു വന്ന ഒരു കാൻഡിഡേറ്റുമായിട്ട് നമ്മൾ ഈവൻ ഒരു 1% പോലും എവിടെയെങ്കിലും പുറകിലാണ് എന്നുള്ളത് തോന്നിയിട്ടില്ല. ഈവൻ കമ്മ്യൂണിക്കേഷനിൽ വരെ മേ ബി പോളിഷ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കില്ല, പക്ഷെ വി നോ ടു കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ റിഫ്ലക്ട് ഓൾസോ. ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് ബിഗ് ഫോർ. ബിഗ് ഫോർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്രാൻഡാണ്. ഡെഫിനറ്റ്ലി ബിഗ് ഫോർ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻട്രി പോയിന്റിൽ നല്ല ഗുണമുണ്ടാവും. പക്ഷെ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് യു റേസ്ഡ് ഇസ് അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് നോളേജ് ആൻഡ് എക്സ്പോഷർ. ആൻഡ് അതില് എനിക്ക് തോന്നുന്നത് ഈ സ്മോൾ ആൻഡ് മീഡിയം ഫേംസിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് എക്സ്പോഷറും ആൻഡ് എൻഡ് ടു എൻഡ് എക്സ്പോഷർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 10 സ്റ്റെപ്പ് അടങ്ങുന്ന പ്രോസസ്സിൽ ഒരു സ്റ്റെപ്പില് ഡീപ്പ് എക്സ്പോഷറിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾഷിപ്പ് സമയത്തിൽ ഈ 10 സ്റ്റെപ്പിലും കിട്ടുന്ന എക്സ്പോഷർ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് യുവർ ആർട്ടിക്കിൾഷിപ്പ് വുഡ് ഹാവ് ഗിവൻ യു ദാറ്റ്, ആൻഡ് ദാറ്റ് കോൺഫിഡൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ooze out of you when you attend the interview. So that is a very very important point according to me. Now articleship is over, you became a CA. Then how did you get the job in this European MNC bank? So was that your choice or eniki banking il vaanam ennu nirbandham undayirunno? I had my choices, I had my preferences. Obviously banking was one of that.
So actually campus placement one and offers on, but I was not satisfied with that. Then I went for some kind of reference. So networking, obviously networking was one of the most important things as he requires after passing. So jolly it is networking il kodana. So one of my known person only referred to me to the company. So അങ്ങനെയാണ് ഞാൻ ജോലിയിൽ കയറുന്നത്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ക്ലിയർ ആയി. How many rounds of interview was there? Couple of round of interview ഉണ്ടായിരുന്നു. One with the technical and another with HR. Yes. Okay. അതെന്നെ ഉണ്ടായിരുന്നു. And how confident were you facing That was interviews and all was very good. You were very I was confident. Yeah. Okay. Because questions and all were based on recent trends and what are our final studies and all. So that was not a problem. Okay. So majorly they were also testing like how good is your communication skills. അവർക്ക് എന്താവേണ്ടത് വെച്ചാൽ നല്ല ഒരു സ്പീക്കർ ആയിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, നോളേജ് ലെവലും നല്ലതായിരിക്കണം. അങ്ങനെയാണെങ്കിലും മാത്രമേ അവർ ഹയർ ചെയ്യുള്ളൂ. അല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പോരാ, നമ്മൾ നോളേജ് ലെവലും ഇതാണ് ബുക്കിഷ് ലെവലിൽ മാത്രം പഠിച്ച് പാസ്സായ ഒരാളാണെങ്കിൽ they don't also take you to their ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. CA മാരി ഒരു കോഴ്സ് പഠിച്ചു വരുന്ന ഒരാള് സാധാരണഗതിയിൽ ഒരിക്കലും നോളേജിലും മോശമാവില്ല, കമ്മ്യൂണിക്കേഷനിലും മോശമാവാൻ സാധ്യതയേ ഇല്ല. മേ ബി അവര് ഒരു ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ ഒന്നും ആവണമെന്നില്ല, പക്ഷെ ദേ വിൽ നോ ദ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാരണം ആർട്ടിക്കൽഷിപ്പില് ക്ലയന്റ് ആയിട്ടും ഓഫീസിലോ കൊളീഗ്സ് ആയിട്ടും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഈവൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന് പോലും 1 വർഷമാണ് അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉള്ളത്, നമ്മൾക്ക് 3 വർഷമാണ് ഉള്ളത്, ഇപ്പൊ നിലവിൽ 2 വർഷം. സോ ദർ ഈസ് ഡെഫിനറ്റ്ലി ആൻ ഇൻബിൽട്ട് എന്താണ് പോളിഷിംഗ് ഓഫ് അവർ സ്കിൽസ് ഡ്യൂറിങ് അവർ കോഴ്സ്. So you cracked the thing and you joined an investment banking company where you have you are a credit analyst. Okay. Now ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇതിൽ മാത്രം ചോദിക്കാം. Okay, because many of my friends who did CA are in different banking companies. Okay. And mostly എല്ലാവരും ഈ ക്രെഡിറ്റ് അനാലിസിസിലാണ് ഉള്ളത്. And I believe that this credit analysis is a very very important thing even from the perspective of the banking industry as such. അതിന് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ CA പാസ്സായ ഒരാള് ആഫ്റ്റർ ഓൾ ദിസ് എപ്പിസോഡ് ഓഫ് നിറവ് മോദി ഒക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഇദ്ദേഹത്തിന്റെ ടേബിളിൽ വരികയും അതില് ഫണ്ടമെന്റൽ ഫ്ലോസ് കണ്ടിട്ട് ഇത് കൊടുക്കരുത് എന്ന് ഇവര് തീരുമാനിക്കുക. അത് കൺസോഷ്യം ലെൻഡിങ് ആണ് വരുന്നത്. ഇവര് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് കൊടുക്കാണ്ടിരിക്കുന്നതും, ഇവര് യെസ് ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സ്ട്രോങ് ആയിട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും മറ്റു ബാങ്കുകൾ ഇവരുടെ സ്റ്റേച്ചറും ഇതും വെച്ചിട്ട് അതിൽ വീണ് അത് അക്സെപ്റ്റ് ചെയ്യുകയും അവസാനം യെസ് ബാങ്ക് മാത്രമാണ് അവിടെ സേവ്ഡ് ആയത്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോളാണ്. ഡു യു എൻജോയ് ദാറ്റ് റോൾ? യെസ് വെരി മച്ച്. ബിക്കോസ് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് വെരി ഇൻഡെപ്ത് അനാലിസിസ്. ഒരു CA സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫിനാൻസിൽ കയറണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം, ഫ്രം ട്രഡീഷണൽ ഓഡിറ്റ് ബേസ്ഡ് റോളിന് പകരം. ബിക്കോസ് ഞാൻ ഓഡിറ്റ് ആയിരുന്നു നമ്മൾ ആർട്ടിക്കൽഷിപ്പ് 3 വർഷം ചെയ്തത്. സോ ഒരു ഡിഫറെന്റ് ടച്ചിന് വേണ്ടിയിട്ട് ഫിനാൻസ് കിട്ടിയാൽ നന്നായിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഫിനാൻസിൽ കയറിയത്. സോ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 1-2 ബിസിനസ് നടത്തിയ കൂടെ എനിക്ക് കിട്ടുന്ന എക്സ്പോഷറിന്റെ ഒരു ലെവലിലാണ്. കാരണം ഐ എം മീറ്റിംഗ് ദ CEOs ഓഫ് എ കമ്പനി, മീറ്റിംഗ് CFOs ഓഫ് എ കമ്പനി. I have direct contacts with them. I know what a company makes, how does it makes, what are their mates, who are their suppliers, who are their customers. So I am getting എന്താ പറയുക ഒരു 100% വ്യൂ ആണ് ഒരു കമ്പനി എൻ്റെ കയ്യിൽ ഫണ്ടിങ്ങിന് വരുന്ന സമയത്ത്. ഐ എം ഗെറ്റിംഗ് 100% വ്യൂ ഓൺ ദാറ്റ്, ഓൺ ഹൗ ദ കമ്പനി ഡസ്. സോ എൻ്റെ ഡിസിഷൻ്റെ ബേസിസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സംതിങ് കോൾഡ് പിച്ച് ഡെക്ക്, ആ പിച്ച് ഡെക്കിന്റെ ബേസിസിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ I definitely enjoy the company. So basically every day morning when you wake up you look forward to go to your job. Of course. Right? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ശമ്പളം മാത്രം കിട്ടിയാൽ പോരാ, നല്ല പേ പാക്ക് മാത്രം പോരാ. You should actually enjoy doing that job. And I believe credit analysis is something where I can kind of understand because ഡെയിലി നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഓരോ പുതിയ കമ്പനിയാണ്. ആൻഡ് നിങ്ങളുടെ ഡിസിഷന് ഒരുപാട് പ്രസക്തിയുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ന്യൂ ബിസിനസ്, മീറ്റിംഗ് ന്യൂ ഓൺടർപ്രണേഴ്സ്. ആൻഡ് ചെറിയ ഓൺടർപ്രണേഴ്സ് അല്ല, സിൻസ് യു ആർ ഇൻ എ ബിഗർ ബാങ്ക്, ഐ തിങ്ക് യുവർ ടിക്കറ്റ് സൈസ് ഇറ്റ്സെൽഫ് വിൽ ബി ഇൻ ടെൻസ് ഓർ ഹൺഡ്രഡ്സ് ഓഫ് ക്രോസിലായിരിക്കും നിങ്ങളുടെ ടിക്കറ്റ് സൈസ് എല്ലാം ഉണ്ടാവുക. സോ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അത് വളരെ ക്രിട്ടിക്കലായി മാറാൻ സാധ്യതയുള്ളതാണ്. സോ ഇറ്റ്സ്
I think it's an exciting job for you. അതെ, And you're planning to continue there. sure, definitely. It's been 3 years now. 3 So, years now you are in the plan to same continue. company. That is probably another message that I think the current generation need to get. Swapping between jobs doesn't usually take you anywhere. Yeah. But I think you are an exception to that as well. And so basically you are enjoying. Yes. So just I wanted you to give a couple of advice or your opinions to our students or any students for that matter. CA ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി ഈ AI ഇതൊക്കെ വരുന്ന കാലഘട്ടത്തിൽ is it a course that we can choose? Yes, of course. അതെ, yes ആണ്. And the answer will be yes. Why? Because see, CA degree itself is evolving. അതുകൊണ്ടാണ് ഈ ഫ്രീക്വന്റ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ട്രൈങ് ഹാർഡ് ടു മേക്ക് ഇറ്റ് അഡാപ്റ്റബിൾ ടു ആൻ ഇന്റർനാഷണൽ സ്റ്റൈൽ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഡെവലപ്ഡ് ചേഞ്ചസ് 2 years ഓഫ് ആർട്ടിക്കൽഷിപ്പ്, 6 papers ഫ്രം 8 papers. സോ ഇതെല്ലാം ഒരു ഇവോൾവിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ ജസ്റ്റ് കമ്പയർ CA വിത്ത് എ നോർമൽ BCom ഇൻ എനി കോളേജ്, ദ സിലബസ് ഓഫ് എ BCom ഇൻ എ കോളേജ് was developed say years and years back. This is more stagnant. It's more stagnant. So it's not like in CA or any professional course for that sake. It's getting evolved over a period of time. So ഓരോരോ പുതിയ ചേഞ്ചസ് വരുമ്പോഴും അതിനോടനുബന്ധിച്ച ചേഞ്ചസ് ആ കോഴ്സിലും വരുന്നുണ്ട്. സോ ഒരു CA പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാസ്സായ ഒരു CAക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ AI-യുടെ കോഴ്സസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ബ്രാഞ്ചസിൽ അവരുടെ ഇതിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മേക്സ് യു കംഫർട്ടബിൾ ഇൻ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം CA ഇസ് എ വെരി ഗുഡ് ഡിഗ്രി ഫോർ യുവർ ഫ്യൂച്ചർ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആംബിൾ ഡിമാൻഡ് ആണുള്ളത്. ആംബിൾ ഡിമാൻഡ് ഉണ്ട്, ബട്ട് ഫോർ എ റൈറ്റ് CA, നോട്ട് just completing a CA may not give you a full prosperity, but if you have to be എന്താ പറയുക കംപ്ലീറ്റ്ലി റൈറ്റ് സ്കിൽഡ് ആയിരിക്കണം. ഒരു സ്കില്ലാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് കമ്പനീസ് ഈസ് ലുക്കിംഗ് ഫോർ റൈറ്റ് സ്കിൽ ഇൻ യു പ്ലസ് എ ഗുഡ് ഡിഗ്രി, എ ഗുഡ് ഫൈനാൻസ് ഡിഗ്രി. സോ ഒരു ഫൈനാൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊഫഷനിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ CA പ്ലസ് യുവർ സ്കിൽ, your negotiation skills, your communication skills, if it is better, then 100% you will be successful. നല്ല ഇതാണ്. And I just want to tell the viewers couple of additional information. ശ്രീറാം 22 വയസ്സിൽ CA പാസ്സായതോടുകൂടി അത് മതി എന്ന് പറഞ്ഞിരുന്നില്ല. ആളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ 2 ഓഫേഴ്സ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് കിട്ടിയിട്ട് അതെനിക്ക് സൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കി മാറ്റിവെച്ച് പുള്ളി ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താനുള്ള പേഷ്യൻസും പെർസിവറൻസും കാണിച്ചു. പക്ഷെ അതോടുകൂടി മാത്രം നിർത്തിയില്ല. Because when I was reading his latest profile, he is pursuing CFA, which is one of the top-notch financial courses in the entire world. USA CFA എന്ന് പറയുന്നത് ഒരു ഫിനാൻസിൽ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമായിട്ടും വേണ്ട ഒരു കോഴ്സാണ്. He has finished at level 1 and he is pursuing level 2, I believe. Yes. And he is also doing an executive MBA along with that. So there are a lot of initiatives he is taking from his side so that he is staying relevant and his career is well positioned. അപ്പൊ ഇതിലെല്ലാത്തിലും നമ്മൾക്കൊരു മെസ്സേജ് ഉണ്ട്. കാരണം എവറി പേഴ്സൺ ഈസ് എ വാരിയർ, ഈസ് എ സോൾജർ ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് ടേക്കിംഗ് തിങ്സ് ഫോർവേഡ്. എവറി വൺ ഈസ് യുണീക്ക്. സോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ഐ വിൽ ജസ്റ്റ് കൺക്ലൂഡ് ദിസ് ഷോർട്ട് പോഡ്കാസ്റ്റ് by wishing Sriram all success in his career and let him be an inspiration to more and more chartered accountants who are coming. Thank you, Sriram. Thank you.